ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഒരു ട്രൈപോഡാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഒരു ഗിംബൽ ഉണ്ടാക്കുന്നത് എന്നതിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിന് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഒരു ട്രൈപോഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഒരു ട്രൈപോഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടോ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 രൂപ മുതൽ 1500-2000 രൂപ വരെ നമുക്ക് കൊടുത്തുകൊണ്ട് ഇത് ഒരു ട്രൈപോഡ് വാങ്ങിക്കാവുന്നതാണ്. എന്നാൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു 50 രൂപ ചെലവിന് താഴെ വരുന്ന രീതിയിൽ നമുക്ക് ഒരു 3-4 PVC പൈപ്പിന്റെ കഷ്ണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ട്രൈപോഡ് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 19 mm വയറിങ്ങിന്റെ പൈപ്പിന്റെ ഒരു കഷ്ണം, 25 mm പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പിന്റെ ഒരു കഷ്ണം, കുറച്ച് സ്ക്രൂകള്, ഒരു സെൽഫി സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആദ്യം നമുക്ക് 19 mm പൈപ്പിന്റെ ഒരു 1.5 അടി നീളത്തിലുള്ള കഷ്ണം കട്ട് ചെയ്തെടുക്കാം. അതേ നീളത്തിലും വലിപ്പത്തിലുമുള്ള മറ്റ് 2 കഷ്ണം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കി ഒന്ന് ബെൻഡാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് അതിന്റെ തലക്കുള്ള കട്ട് ചെയ്ത് ആ ഫിഷറെല്ലാം അതിൽ നിന്നും ഒഴിവാക്കാം. ഏകദേശം ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 45 ഡിഗ്രിയിൽ നമുക്ക് വളച്ചു കൊടുക്കാം. ഇത് ഏത് അളവിൽ നമുക്ക് ബെൻഡാക്കിയാലും വിഷയമില്ല. പക്ഷേ എല്ലാ പൈപ്പുകളും ഒരേ അളവിലായിരിക്കണം വളച്ചെടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇങ്ങനെ 3 പൈപ്പും നമ്മളിപ്പോൾ ബെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് 25 mm പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഈ പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇല്ലാതെ ഫിറ്റിംഗ്സ് ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല കണക്ട് ചെയ്യുന്നത്. 3 പൈപ്പും ഒരേപോലെ കണക്ട് ചെയ്യേണ്ടത് കൊണ്ട് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ 1/2 ഇഞ്ച് പൈപ്പിൽ ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. കുത്തുളിയോ അതുപോലെ കൂർത്ത എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോൾ ഇടാവുന്നതാണ്. അത് അല്ല ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് വളരെ പെട്ടെന്ന് ഹോൾ ഇടാവുന്നതാണ്. ഏകദേശം ഒരു സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് ഒരു ഹോൾ ഇടുക. അതിന് ഒരു 3-4 ഇഞ്ച് ഗ്യാപ്പ് താഴെയായിട്ട് മറ്റൊരു ഹോൾ കൂടി ഇടുക. ഹോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെരിയാതെ വളയാതെ കറക്റ്റായിട്ട് തന്നെ ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് 25 mm പൈപ്പിനെ ഒരു 3 പാർട്ടായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഏകദേശം അളവ് പ്രകാരം നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത 1.5 ഇഞ്ചിന്റെ സ്ക്രൂ ഇതിലേക്ക് പിടിപ്പിക്കാം. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് തന്നെ ചെരിയാതെ സ്ക്രൂ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അതിന്റെ മുകളിലുള്ള സ്ക്രൂ നമുക്ക് ചെരിയാതെ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ 3 പാർട്ടായിട്ട് മാർക്ക് ചെയ്ത ആ വരയിൽ നിന്ന് തെറ്റാതെ കറക്റ്റായിട്ട് സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണക്ട് ചെയ്ത ആദ്യത്തെ പൈപ്പിന്റെ അതേപോലെ തന്നെ രണ്ടാമതായി നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തും മറ്റൊരു പൈപ്പ് നന്നായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാം. അതേപോലെ തന്നെ മാർക്ക് ചെയ്ത ഭാഗത്ത് മറ്റേ 3ാമത്തെ പൈപ്പ് കൂടി കണക്ട് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അതിനുശേഷം നമ്മൾ ഇത് നിലത്ത് വെച്ച് ഇതിന്റെ സ്റ്റഡി ആയിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് നോക്കാം. സ്റ്റഡി ആയിട്ടല്ല ഇരിക്കുന്നത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഏത് ഭാഗമാണോ ഉയർന്നു നിൽക്കുന്നത് ആ ഭാഗത്തുള്ള പൈപ്പിന്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ്. സെൽഫി സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ ആ പൈപ്പിലേക്ക് സെൽഫി സ്റ്റിക്ക് ഇറക്കി വെച്ച് നമുക്ക് മൊബൈൽ അതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി സെൽഫി സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ഇതേപോലെ
കണക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാവുന്നതുമാണ്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് വെച്ച് നമുക്ക് പൈപ്പ് കട്ട് ചെയ്ത് അതിൽ നമുക്ക് മൊബൈൽ ഫോൺ പിടിപ്പിച്ച് ഇതേപോലെ ആവശ്യമുള്ള ഹൈറ്റിലേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഹൈറ്റ് നമുക്ക് ഇനിയും ഉയർത്തണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സോക്കറ്റ് കൂടി ഇട്ട് പൈപ്പ് ഒന്നും കൂടി ഉയർത്തി അങ്ങനെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഉയർത്താവുന്നതുമാണ്. നമ്മുടെ കയ്യിൽ ഒരു ആവശ്യമില്ലാത്തതോ കംപ്ലൈൻ്റ് ആയതോ പൊട്ടിപ്പോയതായിട്ടുള്ള സെൽഫി സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിക്ക് നമുക്ക് ഇതേപോലെ ആ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ഉറപ്പിക്കാവുന്നതുമാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.